3 വ്യത്യസ്ത ടീമുകളെ IPL ഫൈനലിൽ എത്തിച്ച ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡിട്ട ശ്രേയസ് അയ്യരെ കാത്ത് ഇന്ത്യൻ ടീമിന്റെയും നായകസ്ഥാനം നിൽക്കുകയാണ്. പഞ്ചാബ് കിങ്സിനെ ഇത്തവണത്തെ IPL റണ്ണറപ്പ് ആക്കിയതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മിടുക്കിൽ BCCIയും വീണിരിക്കുകയാണ്. വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ നായകസ്ഥാനത്തേക്ക് ശ്രേയസും ഇപ്പോൾ പരിഗണനയിലുണ്ടെന്ന് BCCI സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 2020-ൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ചരിത്രത്തിൽ ആദ്യമായി IPL-ൽ റണ്ണറപ്പ് ആക്കിയതോടെയാണ് ശ്രേയസിന്റെ നേതൃമികവ് ലോകം അംഗീകരിച്ചു തുടങ്ങിയത്. 2024-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയതോടെ അദ്ദേഹം ശരിക്കും ഹീറോയായി മാറി. ഇപ്പോഴിതാ 11 വർഷത്തിനു ശേഷം പഞ്ചാബിനെയും ഫൈനലിലേക്ക് നയിച്ച് താൻ നിസാരക്കാരനല്ലെന്ന് അദ്ദേഹം അടിവരയിടുകയും ചെയ്തു. ശ്രേയസ് പരിഗണനയിലുണ്ട് എന്ന വാർത്തയാണ് ശ്രദ്ധേയമാവുന്നത്. ഇന്ത്യൻ വൈറ്റ് ബോൾ ടീമുകളുടെ നായകസ്ഥാനത്തേക്ക് ശ്രേയസ് അയ്യരും ഇപ്പോൾ പരിഗണനയിലുണ്ടെന്ന BCCI ഒഫീഷ്യൽസിനെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ 2020-ൽ സൂര്യകുമാർ യാദവും ഏകദിനത്തിൽ രോഹിത് ശർമ്മയുമാണ് ടീമിനെ നയിക്കുന്നത്. എന്നാൽ രണ്ടിലും വൈസ് ക്യാപ്റ്റൻസി ശുഭ്മാൻ ഗില്ലിനാണ്. അടുത്തിടെയാണ് ടെസ്റ്റിൽ അദ്ദേഹം സ്ഥിരം ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചത്. വൈകാതെ തന്നെ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിലും നായകസ്ഥാനം മോഹിച്ചിരിക്കുന്ന ഗില്ലിനിപ്പോൾ ശ്രേയസ് അയ്യരിലൂടെ ശക്തനായൊരു എതിരാളിയെ ലഭിച്ചിരിക്കുകയാണ്. ഗില്ലിനെ ഓവർടേക്ക് ചെയ്ത് നായകസ്ഥാനം ശ്രേയസിനെ BCCI ഏൽപ്പിച്ചാലും അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല. നിലവിൽ ഏകദിന ഫോർമാറ്റിൽ മാത്രമേ ശ്രേയസ് അയ്യർ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നുള്ളൂ. പക്ഷേ ഇത്തവണത്തെ IPL-ന് ശേഷം അദ്ദേഹത്തെ ഇനി അന്താരാഷ്ട്ര 2020-ൽ നിന്നോ ടെസ്റ്റിൽ നിന്നോ പോലും മാറ്റി നിർത്താൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ വൈറ്റ് ബോൾ ക്യാപ്റ്റൻസി റേസിലും ശ്രേയസ് ചേർന്നിരിക്കുകയാണെന്ന് BCCI ഒഫീഷ്യൽ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു കഴിഞ്ഞു. BCCIയുടെ ഈ പ്രതികരണം താരമെന്ന നിലയിൽ മാത്രമല്ല ക്യാപ്റ്റൻസി റോളിലേക്കും ശ്രേയസിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. 2020-ലേക്ക് അദ്ദേഹത്തിന്റെ മടങ്ങിവരവ് ഉടനെ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് BCCI നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻസിയിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മികവ് തെളിയിക്കാൻ ശ്രേയസിന് അവസരം നൽകിയേക്കും. ശ്രേയസിന്റെ ക്യാപ്റ്റൻസി വിജയം ഇങ്ങനെയാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ നേരത്തെ മുംബൈ ടീമിനെ മികച്ച രീതിയിൽ നയിച്ചിട്ടുള്ള ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. കൂടാതെ ഇന്ത്യൻ A ടീമിനെയും അദ്ദേഹം ഒരുപാട് നയിച്ചിട്ടുണ്ട്. IPL-ൽ ശ്രേയസ് അയ്യർക്ക് ആദ്യമായി ക്യാപ്റ്റൻസി ലഭിച്ചത് 2018-ലാണ്. ഡൽഹി ക്യാപിറ്റൽസ് തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ടതോടെ ഗൗതം ഗംഭീർ നായകസ്ഥാനം ഒഴിയുകയും സീസണിന്റെ പകുതിയിൽ ശ്രേയസിനെ ഈ ചുമതല ഏൽപ്പിക്കുകയുമായിരുന്നു. 2019-ലെ IPL-ൽ DCA പ്ലേ ഓഫിലെത്തിച്ച് അദ്ദേഹം പ്രശംസ ഏറ്റുവാങ്ങി. തൊട്ടടുത്ത വർഷം ഡൽഹിയെ ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ എത്തിച്ച നായകനായി മാറിയ അദ്ദേഹം റെക്കോർഡിടുകയും ചെയ്തു. 2022-ലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായകസ്ഥാനം ശ്രേയസിനെ തേടിയെത്തിയത്. കഴിഞ്ഞ വർഷം KKR-നെ 3ാം IPL കിരീടത്തിലേക്ക് അദ്ദേഹം നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സീസണിന് ശേഷം ശ്രേയസിനെ നിലനിർത്താൻ ടീം തയ്യാറായില്ല. തുടർന്നാണ് അദ്ദേഹം ഈ വർഷത്തെ മെഗാലേലത്തിൽ പഞ്ചാബിലേക്ക് ചേക്കേറുകയും ചെയ്തത്. അദ്ദേഹത്തെ നായകസ്ഥാനം ഏൽപ്പിക്കാനുള്ള അവരുടെ തീരുമാനം മാസ്റ്റർ സ്ട്രൈക്കായി മാറി. 2.5 മാസത്തിലേറെ നീണ്ടുനിന്ന IPL അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ. 17 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ കിരീടധാരത്തിനാണ് ഈ ടൂർണമെന്റ് സാക്ഷിയായത്. ഇനി 2026-ലെ അടുത്ത എഡിഷന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ചില ബോൾഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ അടുത്ത വർഷം പല ടീമുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചേക്കും. ചിലർ തങ്ങളുടെ നായകരെ മാറ്റി പുതിയൊരു ക്യാപ്റ്റനെ 2026-ൽ കൊണ്ടുവന്നേക്കുകയും ചെയ്യുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ IPL ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് 2026-ൽ പുതിയ ക്യാപ്റ്റനെ കൊണ്ടുവരാനിടയുള്ള ആദ്യത്തെ ടീം. ഇന്ത്യൻ വെറ്ററൻ ബാറ്ററായ അജിങ്ക്യ രഹാനെയാണ് ഈ സീസണിൽ KKR-നെ നയിച്ചത്. 2024-ലെ കിരീട വിജയിയായ നായകൻ ശ്രേയസ് അയ്യർക്ക് പകരമാണ് അദ്ദേഹത്തെ ദൗത്യമേൽപ്പിച്ചത്. പക്ഷേ കിരീടം നിലനിർത്താനായില്ലെന്ന് മാത്രമല്ല പ്ലേ ഓഫ് പോലും എത്താതെയാണ് രഹാനെയുടെ KKR പുറത്തായത്. പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനം കൊണ്ട് അവർക്ക് തൃപ്തിപ്പെടേണ്ടിയും വന്നു. 14 മത്സരങ്ങളിൽ 5 എണ്ണം മാത്രമേ KKR ജയിച്ചിട്ടുള്ളൂ. 7 എണ്ണത്തിൽ അവർ തോറ്റപ്പോൾ 2 എണ്ണം ഉപേക്ഷിക്കപ്പെട്ടു. ബാറ്ററുടെ റോളിൽ തിളങ്ങാൻ രഹാനെക്കായില്ലെങ്കിലും ക്യാപ്റ്റൻസിയിൽ ടീം മാനേജ്മെന്റിന്റെ വിശ്വാസം കാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ 2026-ലെ IPL അദ്ദേഹത്തെ നായകസ്ഥാനത്തും കാണാൻ സാധ്യതയില്ല. മറ്റൊരു ടീം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കാര്യം. മുൻ ജേതാക്കളായ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് അടുത്ത വർഷത്തെ IPL ക്യാപ്റ്റനെ മാറ്റിയേക്കാവുന്ന 2ാമത്തെ ഫ്രാഞ്ചൈസി. ഓസ്ട്രേലിയൻ ക്യാപ്റ്റനും സ്റ്റാർ പേസറുമായ പാറ്റ് കമ്മിൻസനാണ് നിലവിൽ ഓറഞ്ച് ആർമിയെ നയിക്കുന്നത്. 2024 മുതൽ ടീമിന്റെ ക്യാപ്റ്റൻ അദ്ദേഹം തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ IPL-ൽ കമ്മിൻസിന്റെ ക്യാപ്റ്റൻസി ഏറെ കയ്യടി നേടിയിരുന്നു. ടീമിനെ ഫൈനലിൽ വരെ എത്തിക്കാൻ കമ്മിൻസിന് സാധിച്ചു. പക്ഷേ ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. കഴിഞ്ഞ വർഷത്തെ കോർ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട താരങ്ങളെ മുഴുവൻ നിലനിർത്തിയിട്ടും ഈ സീസണിൽ കമ്മിൻസും
കൂട്ടരും ഫ്ലോപ്പായി പോയി. 6ാം സ്ഥാനത്താണ് SRH ഈ സീസൺ അവസാനിപ്പിച്ചത്. 16 കളിയിൽ 13 പോയിന്റാണ് അവർക്ക് ലഭിച്ചത്. 6 മത്സരങ്ങളാണ് SRH വിജയിപ്പിച്ചത്. 7 എണ്ണം തോറ്റപ്പോൾ 1 ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. 2026-ൽ കമ്മിൻസിന് പകരം പുതിയ ഒരു നായകനെ അവർ കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. ഒപ്പം യുവ ഓപ്പണറും വെടിക്കെട്ട് ബാറ്ററുമായ അഭിഷേക് ശർമ്മയെ പോലെയുള്ള ഒരാൾക്കാവും അടുത്ത ക്യാപ്റ്റനായി നറുക്കു വീണേക്കുക എന്നും പ്രചരിക്കുന്നുണ്ട്. ഈ IPL സീസണിൽ ഏറ്റവും നിരാശപ്പെടുത്തിയ ടീമുകളിൽ ഒന്നായ ലക്നൗ സൂപ്പർ ജയൻസ് ആണ് ഈ ലിസ്റ്റിലെ 3ാമത്തെ ഫ്രാഞ്ചൈസി. പുതിയ നായകൻ ഋഷഭ് പന്തിന് കീഴിൽ ഇറങ്ങിയ LSGക്ക് പ്ലേ ഓഫിലേക്ക് പോലും യോഗ്യത നേടാനായില്ല. ലീഗ് ഘട്ടത്തിൽ 7ാമതായാണ് അവർ ഫിനിഷ് ചെയ്തത്. 14 മത്സരങ്ങളിൽ 6 എണ്ണത്തിലാണ് LSG ജയിച്ചത്. ശേഷിച്ച 8ലും തോൽവി വഴങ്ങുകയും ചെയ്തു. ഋഷഭിനെ നായകസ്ഥാനത്ത് നിന്നും മാറ്റി പകരം സൗത്ത് ആഫ്രിക്കയുടെ എയ്ഡൻ മാർക്രം, വെസ്റ്റ് ഇൻഡീസിന്റെ നിക്കോളാസ് പൂരൻ എന്നിവരിൽ ഒരാൾക്കായിരിക്കും അടുത്ത വർഷം ക്യാപ്റ്റൻസി നൽകിയേക്കുക. അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ഫ്രാഞ്ചൈസി ലീഗുകളിലുമെല്ലാം ടീമുകളെ നയിച്ച് അനുഭവ സമ്പത്തുള്ളവരാണ് ഇരുവരും. നായകന്റെ ചുമതലയിൽ നിന്നും മാറ്റിയാൽ അത് ഋഷഭിന്റെ സമ്മർദ്ദം കുറയ്ക്കാനും കൂടുതൽ സഹായിക്കുകയും ചെയ്യും. ക്യാപ്റ്റൻസിയുടെ കാര്യം ഇത്തരത്തിലൊക്കെയാണ് പോകുന്നത്.